ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ട്രേഡർ ഏത് മാർക്കറ്റിലാണെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് ആകട്ടെ, ഓപ്ഷൻ ആകട്ടെ, അതേപോലെ കമ്മോഡിറ്റി മാർക്കറ്റ്, ഫോറക്സ്, ഏത് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇന്ന് LNDയുടെയും ഡിക്സൻ്റെയും പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് വൺ സൈഡ് മൂവ്മെൻറ്റ്, രാവിലത്തെ മോർണിംഗ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ മോർണിംഗിൽ നമുക്ക് കിട്ടിയ ബ്രേക്ക്ഔട്ടിൽ നമ്മൾ എൻട്രി എടുത്തതും, അതേപോലെ സിഗ്നൽ കണ്ടിന്യൂവേഷൻ പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് LND നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ ഇപ്പോൾ രാവിലെ സോഫ്റ്റ് ബൈസിക്കിൾ തന്നിട്ടുണ്ട് 9:19 എൻട്രിയും ടാർഗറ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ അതേ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അലേർട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബെൽ സൗണ്ട് എഫക്റ്റോടുകൂടി സിഗ്നൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് തരും. അത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് സിഗ്നൽ എപ്പോഴാണ് വന്നിരിക്കുന്നതിൻ്റെ എൻട്രിയും ടാർഗറ്റുകളും മുകളിലും താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽ നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൺഫേം ചെക്ക് ചെയ്യണം. ഇപ്പം കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളറിൻ്റെ കൂട്ടത്തിൽ താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈ സോണും കൂടെ ചെക്ക് ചെയ്യുക. ഇത് മൂന്നും കൺഫേം ആണ്. അതായത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈ സോണും കൂടെ കൺഫേം ആകാൻ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ആക്യുറസിയാണ്. ഇപ്പോൾ സിഗ്നൽ വന്ന് നമ്മൾ കണ്ടില്ല, എടുത്തില്ല എന്നുണ്ടെങ്കിലും റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടാമത് നമുക്ക് എൻട്രി കിട്ടും. ആ സമയത്ത് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ റീ എൻട്രിയും തരും നമുക്ക്. ഇപ്പോൾ ഇത് 3 ടാർഗറ്റ് അടിച്ച് 51 പോയിന്റ്സ് മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റീ എൻട്രിയും തന്നിട്ടുണ്ട്. റീ എൻട്രിയിൽ നമ്മുടെ റീ എൻട്രി ടാർഗറ്റ് നമുക്ക് അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടാർഗറ്റ് നമുക്ക് ഹിറ്റാകുകയാണെങ്കിൽ ടാർഗറ്റ് ഹിറ്റായി നമ്മുടെ കാണിക്കും. അത് റിവേഴ്സ് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കളർ, ഇപ്പോൾ ഇന്നലെ വന്ന ബൈസിക്കിൾ റിവേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ബൈസിക്കിൾ കുറച്ച് കയറിയതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന പോർഷനിൽ നമുക്ക് അവിടുന്ന് എക്സ്ട്രാ കളറായിട്ട് സോഫ്റ്റ്വെയർ അവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. അഥവാ ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് റിവേഴ്സ് പോകുകയാണെങ്കിലും എക്സ്ട്രാ കളർ തരുമ്പോൾ നമുക്ക് അവിടുന്ന് ആ പോർഷനിൽ കട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഓക്കെ. അതേപോലെ ഡിക്സൺ, ഇപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പം ഇന്നലത്തെ ഡിക്സന് ഇന്നലത്തെ ക്ലോസിങ്ങിൽ വന്ന സിഗ്നൽ ഇപ്പോൾ 2:59 3 മണിക്ക് മുമ്പ് വന്ന സിഗ്നലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ന് രാവിലെ ഓപ്പൺ ആയപ്പം കയറിയിട്ട് ആ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എൻട്രി ഇനി ബൈയിൽ കയറുമെന്ന് കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. റെഡ് കളർ സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് രണ്ടാമത് എൻട്രി എടുക്കാം. ഇപ്പം മാർക്കറ്റ് കുറച്ച് കയറിയിട്ട് തിരിച്ച് ബാക്ക് അടിച്ച് പിന്നെ റെസിസ്റ്റൻസ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എൻട്രി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പിന്നെയും ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് പോയത്. അപ്പം ഇപ്പം മാർക്കറ്റ് കുറച്ചൊന്ന് ബാക്ക് അടിച്ചു. വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, പക്ഷേ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം താഴെ ഗ്രീൻ ആയിസ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. കളർ ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാണ്ട് ട്രെൻഡ് ലൈൻ്റെ മൊമെൻറ്റ് ബാക്ക് അടിക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കളർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൺഫർമേഷൻ ബാറിൻ്റെ കളർ താഴെ ചേഞ്ച് ആകണം. ഇത് മൂന്നും നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പം സ്റ്റോക്കിൽ ഇപ്പോൾ ഈ മോർണിംഗിൽ പെർഫോമൻസ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കാനർ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സ്കാനർ 1.1 എന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് സ്ട്രോങ് ബൈ ആണെങ്കിൽ സ്ട്രോങ് സെല്ലാണെങ്കിൽ നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് 3 ആരോ ഗ്രീൻ അതേപോലെ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ഏത് സ്റ്റോക്കാണ് നമ്മൾ ആക്ച്വലി എടുക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ആ സ്റ്റോക്ക് ഒരു വോളിയം സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിനകത്ത് നല്ല വോളിയുള്ള സ്റ്റോക്കുകൾ നമുക്ക് പെട്ടെന്ന് പെർഫെക്റ്റായിട്ട് നല്ല മൊമെൻറ്റ് പോകുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈസിയാണ് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.